ന്യൂസ് 4 ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ബിജെപിക്ക് കേരള വിരുദ്ധ മനസ്സെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് ബിജെപിയുടെ കേരള വിരുദ്ധ നിലപാടിനൊപ്പം. ഗവർണറുടെ നിലപാടുകൾ പ്രകോപനം സൃഷ്ടിക്കുന്നത്. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരള വിഷൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ. നവകേരള സദസ്സിനെതിരെ ഇന്നും പ്രതിഷേധം. തെരുവിൽ തമ്മിലടിച്ച യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. സംഘർഷം കരിങ്കോടി പ്രതിഷേധത്തിനിടെ. സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ KPCC. ഗവർണർ കോഴിക്കോട് നഗരത്തിലിറങ്ങിയത് പ്രോട്ടോകോൾ ലംഘനമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ സമാധാന നില ഭദ്രമെന്ന് ഗവർണർ മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു. അത് രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെ വെളിവാക്കി കൊടുക്കാനും കഴിഞ്ഞിരിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാല VC കീഴ്വഴക്കം ലംഘിച്ചെന്ന് രാജ്ഭവൻ. ഗവർണർക്കെതിരെ കറുത്ത ബാനറുമായി വീണ്ടും SFI. പാർലമെന്റിൽ വീണ്ടും കൂട്ട സസ്പെൻഷൻ. ഇന്നത്തെ നടപടി തരൂരും സുധാകരനും ഉൾപ്പെടെ 49 MPമാർക്കെതിരെ. ഇതുവരെ സസ്പെൻഡ് ചെയ്തത് 141 MPമാരെ. സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിച്ച് പ്രതിപക്ഷം. പാർലമെന്റ് അതിക്രമത്തെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. സപ്ലൈകോ റേഷൻ വിതരണത്തിന് 186 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. തുക അനുവദിച്ച് റേഷൻ സാധനങ്ങൾ എത്തിക്കാനും വാഹന വാടകയ്ക്കും. ധനവകുപ്പിന്റെ നടപടി കേന്ദ്ര വിഹിതം ലഭിക്കാത്ത സാഹചര്യത്തിൽ.